ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയ7. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ സ്കിന്നിനും ഹെയറിനും ലിപ്പിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു 3 ഹാക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ലിപ്പിനും എല്ലാം വളരെ നല്ലതായിട്ടുള്ള സാധനമാണ്. ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെ ചീപ്പായിട്ടുള്ള റേറ്റുകൾ, അതായത് ഒരു ക്യാപ്സ്യൂളിന് 3 രൂപയൊക്കെ ഉള്ളൂ. നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ സ്കിന്നിലോ ഹെയറിലോ എവിടെ യൂസ് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ട് ഹെയറും സ്കിന്നും ലിപ്പും ഒക്കെ കെയർ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിൽ ഒരു മെമ്പർ ആകുന്നതിന് വേണ്ടി താഴെ കാണുന്ന കുഞ്ഞു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കണം. എങ്കിൽ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ഹാക്ക് എന്ന് പറയുന്നത് ലിപ്പിന് വേണ്ടിയിട്ടാണ്. ലിപ്പിലുണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിലെ ഓയിൽ കുറച്ച് കയ്യിലെടുത്ത് നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നൈറ്റിൽ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിപ്പിലുണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ളതാണ് കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറ്റുന്നതിന്. ഈ ഒരു ഓയിൽ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കിടന്നിട്ട് രാവിലെ അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കുറേ നാൾ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പിനും വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും. ഹാക്ക് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടാണ്. ഹെയർ നല്ല തിക്കായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു ഒനിയൻ്റെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിലെ ഓയിലാണ്. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഒനിയൻ ജ്യൂസിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ഞാൻ സ്കാൽപ്പിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോരോ വകവുകളാക്കി തിരിച്ചെടുത്ത് നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നോർമൽ വാട്ടറിൽ വേണേൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള പോലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണിത്. നല്ല രീതിയിൽ മുടി പൊഴിച്ചിൽ കുറയുകയും അതുപോലെ തന്നെ ഹെയർ നല്ലതുപോലെ തിക്കായിട്ട് വളരുന്നതിനും ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒരു 5 മിനിറ്റ്സ് നല്ലതുപോലെ ഒന്ന് തലയൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി കെട്ടിവെച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. സ്കിന്നിന് വേണ്ടി ഞാനൊരു കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വളരെ കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് മതി. അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലുമുള്ള ആ മുള്ളുണ്ടല്ലോ, അതങ്ങ് ചെത്തി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്കിന്നും ചെത്തി മാറ്റിയതിന് ശേഷം കിട്ടുന്ന ആ ഒരു ജെല്ലിൻ്റെ മുകളിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളായാലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/4 to 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് ഫേസിലും നെക്കിലും നല്ലതുപോലെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ്സോളം നമുക്ക് ഈ ഒരു ലീഫ് ഇങ്ങനെ ഫേസിലും നെക്കിലും ഇങ്ങനെ ഉരച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ, വ്രിങ്കിൾസ്, അതുപോലെ തന്നെ സൺ ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റൻ ആകുന്നതിനും സ്മൂത്ത് ആകുന്നതിനും നമ്മുടെ സ്കിന്നിനെ ഇത് സഹായിക്കുന്നു. ഒരു
ആഴ്ചയിൽ ഒന്ന് 2-3 പ്രാവശ്യം നമുക്ക് ഇത് ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള 3 ഹാക്സ് ആണ് നമ്മൾ കണ്ടത്. ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ പ്രിയ. ടാറ്റാ.